കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 1-ാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 3-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രഥമോധ്യായഃ അർജുന വിഷാദയോഗഃ. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ച മും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. പശ്യേതാം പാണ്ഡുപുത്രാണാം ആചാര്യമഹതീം ച മും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാം. നമസ്തേ. 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ ഗുരു, ബുദ്ധിശാലിയും അങ്ങയുടെ ശിഷ്യനുമായ ദ്രുപദപുത്രനായ ദൃഷ്ടഭിനെ കൊണ്ട് അണിനിരത്തപ്പെട്ട പാണ്ഡവരുടേതായ ഈ വലിയ സേനയെ നോക്കിയാലും. ഇതിന്റെ ഭാവാർത്ഥം, ദ്രുപദനും ദ്രോണരും പണ്ട് സഹപാഠികളായിരുന്നു. എന്നാൽ ദ്രുപദൻ പാഞ്ചാല രാജ്യത്തെ രാജാവാണ്. ദ്രുപദന്റെ മകനാണ് ദൃഷ്ടഭ്യുനൻ. പഠിത്തം കഴിഞ്ഞപ്പോൾ തന്റെ ദാരിദ്ര്യത്തിന് പോംവഴി കാണാനായി ദ്രോണർ ദ്രുപദനെ സമീപിച്ചു. എന്നാൽ ദ്രുപദനാകട്ടെ ദ്രോണരെ അധിക്ഷേപിച്ചു അയക്കുകയാണ് ഉണ്ടായത്. ദ്രോണർ ഈ അധിക്ഷേപത്തിന് പകരം വീട്ടാൻ കൊതിച്ചു. ബ്രാഹ്മണനാണെങ്കിലും പരശുരാമ ശിഷ്യത്വം നേടി ആയുധവിദ്യയിൽ ഒന്നാമനായി തീർന്ന ദ്രോണർ ഹസ്തിനാപുരത്തെത്തി ഭീഷ്മരെ പ്രസാദിപ്പിച്ചു. അങ്ങനെ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ദ്രോണർ അസ്ത്രവിദ്യ പഠിപ്പിച്ചു. ഗുരുദക്ഷിണയായി ദ്രുപദനെ പിടിച്ചുകെട്ടി തന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് ശിഷ്യന്മാരോട് ദ്രോണർ ആവശ്യപ്പെട്ടു. കൗരവന്മാർ ദ്രുപദനോട് യുദ്ധം ചെയ്ത് തോറ്റു മടങ്ങി. എന്നാൽ അർജുനൻ ദ്രുപദനെ ബന്ധിച്ചു ദ്രോണന്റെ മുമ്പിൽ സമർപ്പിച്ചു. എന്നാൽ ദ്രുപദന് ക്ഷമ നൽകി പകുതി രാജ്യം തിരിച്ചു കൊടുത്ത് ദ്രോണർ സുഹൃത് ബന്ധം വീണ്ടും സ്ഥാപിച്ചു. ക്ഷത്രിയനായ ദ്രുപദന് വൈരാഗ്യബുദ്ധി ശമിച്ചില്ല. തന്റെ അപമാനത്തിന് കാരണക്കാരനായ ദ്രോണരോട് പകരം വീട്ടാൻ ദ്രുപദൻ അവസരം പാർത്തു. അപ്രകാരം ദ്രോണരെ വധിക്കാൻ കരുത്തുള്ള ഒരു പുത്രന് വേണ്ടിയും അർജുനന് വിവാഹം ചെയ്ത് കൊടുക്കാൻ തക്കവിധമുള്ള ഒരു പുത്രിക്കും വേണ്ടി ദ്രുപദൻ ബ്രാഹ്മണരെ കൊണ്ട് യജ്ഞം ചെയ്യിപ്പിച്ചു. തുടർന്ന് അഗ്നിമധ്യത്തിൽ നിന്നും ദൃഷ്ടഭ്യുനും യജ്ഞവേദിയുടെ മധ്യത്തിൽ നിന്നും കൃഷ്ണ പാഞ്ചാലിയും ജാതരായി. ദൃഷ്ടഭ്യുനിന്റെയും പാഞ്ചാലിയുടെയും ജനന രഹസ്യം ലോകർക്കൊക്കെയും അറിവുള്ളതാണ്. ദ്രോണർക്കും ഇക്കാര്യം നല്ല പോലെ അറിവുള്ളതാണ്. ദ്രോണരുടെ അറിവിനെ വീണ്ടും ഓർമ്മിപ്പിക്കുവാനും അങ്ങനെ ഗുരുവിൽ ഊർജസ്വലത വർദ്ധിപ്പിക്കാനുമാണ് ദൃഷ്ടഭ്യുനെ ദ്രുപദപുത്ര ശബ്ദം കൊണ്ട് ദുര്യോധനൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദുര്യോധനന്റെ വക്രബുദ്ധി ഇവിടെ വെളിപ്പെടുന്നു. ദ്രോണരുടെ ശിഷ്യനാണ് ദൃഷ്ടഭ്യുനൻ. ദ്രുപദനോട് സഖ്യം ചെയ്ത ദ്രോണർ സുഹൃത് പുത്രനെ തന്റെ വാസസ്ഥാനത്ത് തന്നെ പാർപ്പിച്ച് അസ്ത്രവിദ്യ അഭ്യസിപ്പിച്ചിരുന്നു. തന്റെ മരണ കാരണമാണെന്നറിഞ്ഞിട്ടും ദ്രോണർ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ദൈവനിശ്ചയത്തെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല. ദൃഷ്ടഭ്യുന്റെ കൈകൊണ്ടാണ് തനിക്ക് മരണമെങ്കിൽ അത് ദ്രോണർ ശിരസ്സ വഹിക്കുന്നു. കാരണം സത്യപ്രതിജ്ഞ ഉപേക്ഷിക്കുവാൻ ദ്രോണർ തയ്യാറല്ല. ഈ തീരുമാനത്തോടെയാണ് ദ്രോണർ ദൃഷ്ടഭ്യുനെ
അസ്ത്രവിദ്യ പഠിപ്പിച്ചത്. എന്നാൽ ദൃഷ്ടഭ്യുമ്നനാകട്ടെ ഗുരു ശുശ്രൂഷാപരനായി തന്നെ അസ്ത്രവിദ്യ ദ്രോണരിൽ നിന്ന് അഭ്യസിച്ചു. പാണ്ഡവ സൈന്യത്തിന്റെ മഹത്വം അതിലുള്ള മഹാരഥന്മാരുടെ പേര് ചൊല്ലി വെളിപ്പെടുത്തി ദ്രോണരെ വീണ്ടും ഊർജസ്വലനാക്കുകയാണ് ദുര്യോധനന്റെ ലക്ഷ്യം. യുദ്ധത്തിനായി കുരുക്ഷേത്രത്തിൽ പാണ്ഡവർക്ക് 7 അക്ഷൗണികളും കൗരവന്മാർക്ക് 11 അക്ഷൗണികളുമാണ് അണിനിരുന്നത്. നമസ്തേ. 1-ാം അധ്യായമായ അർജുന വിഷാദയോഗത്തിലെ 4-ാം ശ്ലോകം തുടരും നാളെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.